ഹലോ കമ്മീഷൻ സാർ. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ ബ്ലാക്ക് ആയിട്ട് മതി എന്ന് പറഞ്ഞോണ്ടാ ഇവിടെ. അതെ, ബ്ലേക്കാ സേഫ്. അയ്യർ എന്ത് പറയുന്നു? അയ്യർ സാർ ഹാപ്പിയാ. സാർ ആ ഡീലിനിടയിൽ വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഈ പ്രൊജക്റ്റേ നടക്കില്ലായിരുന്നു. ഓക്കെ, സീ യു അഗെയിൻ. ഓക്കെ. നന്ദേട്ടോ, ഇന്നലെ വരെ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആയിപ്പോയി. ആ അയ്യർക്ക് വേണ്ടി കിരണ അവനെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ഏയ്, അവനൊന്നുമല്ല. ഇതിനിടയിൽ കളിച്ചത് ആ കമ്മീഷണറാ, സാജൻ. പിന്നെ ആ മാധവൻ തമ്പിയും. സാജനും നിന്റെ പ്രതാപനും വലിയ കൂട്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ അന്നേ പറഞ്ഞ അവൻ വലിയ ക്യാഷിന്റെ ആളാണെന്ന്. എന്താ രണ്ടുപേരും കൂടി ഇരുന്ന് ദുഃഖം പങ്കിടുകയാണല്ലോ. അല്ലാതെ പിന്നെ ആ പന്ന കമ്മീഷണർ കൊണ്ടുപോയില്ലേ എല്ലാം. നമ്മുടെ വീതമാണ് ആ നാരി കൈപ്പറ്റിയത്. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. പിന്നെ 10 CR ആ കമ്മീഷണറുടെ വിഹിതം. മൈ ഗോഡ്. പ്രതാപ് സാറേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. അതെ, നമ്മുടെ കൂടെ നിന്നിട്ട് അയാൾ അധികമായി പണം വന്നു ചേരുമ്പോൾ ആർക്കും ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പറഞ്ഞുറപ്പിച്ച ഡീൽ നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വരേണ്ടത് 10 CR മുകളിലാവും. ആ കമ്മീഷണറെ പൂട്ടണം. അതിനുവേണ്ടി നിങ്ങൾ ആരും ഉറക്കഴിക്കേണ്ട ആവശ്യമില്ല. അത് അവൻ നോക്കിക്കോളും. ഈ സീൻ തുടങ്ങി വെച്ചത് അവനാണ്, മഹീന്ദ്രൻ. എന്താടാ കിരൺ, കാര്യങ്ങളൊക്കെ ഡീലാക്കിയില്ലേ? ഡീലാക്കാതെ പറ്റില്ലല്ലോ. അയ്യൊരാവശ്യം പറഞ്ഞാൽ തമ്പി സാറിന് ചെയ്യാതിരിക്കാൻ പറ്റും. തമ്പി മാത്രമല്ലല്ലോ സഹായിച്ചത്, ഇത് കമ്മീഷണർ സാജന്റെ ബുദ്ധിയല്ലേ? നിന്റെ ഈ ചിരിക്കുള്ള മറുപടി മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ചെവിയിലെത്തും. എന്റെ റേഞ്ചിൽ കയറിയുള്ള ആദ്യത്തെയും അവസാനത്തെയും ഡീലാണെന്ന് നിന്റെ സാറന്മാരോടൊന്ന് പറഞ്ഞേക്ക്. ബാലു. ആ മാഡം, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അച്ഛൻ വന്ന പറഞ്ഞേക്ക്. ആ, ഡോർ അടയ്ക്കാൻ മറക്കണം. ഓ ശരി. ദേ സാറ് വന്നല്ലോ. അല്ല, നീ ഇതെങ്ങോട്ടാ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ. ബാലു, വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. സാർ കോപ്പി എടുക്കട്ടെ? വേണ്ട, താനൊന്ന് ചോദിച്ചോ. സാർ. എന്താടോ ഇനി പ്രോബ്ലം? സാർ, DGP ദേവൻ സാറ് 2 തവണ വിളിച്ചിരുന്നു. സാറ് ഫോൺ എടുത്തില്ലായിരുന്നു. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. പുതിയ സെർവൻ എങ്ങനെയുണ്ട് സാർ? ഇപ്പം വന്നല്ലേ ഉള്ളൂ, 2 ആഴ്ചയല്ലായുള്ളൂ. നോക്കട്ടെ. താനൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെവിടെ പോയി? ഞാൻ സാറെ വിളിക്കാം സാർ. വേറൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എടാ ബാലു, നീ എന്ത് പുല്ലായി ചോദിച്ചിരിക്കുന്നത്? നീ ഭക്ഷണം എടുത്തേക്ക്. സോറി സാർ. എടാ നീ ഒച്ച വെക്കണ്ട സാർ. ഈ പണത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. അത് 20 മിനിറ്റകം സാർ തിരിച്ചടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. സാറിന് ഓർമ്മയുണ്ടോ? ദാസ് എന്ന് പേരുള്ള ഒരു ടാക്സി ഡ്രൈവറെ, അയാളുടെ മകനാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ ലക്ഷങ്ങളുടെ കള്ളപ്പണവും
കഞ്ചാവും കടത്തിയ സന്ദീപ് മേനോനെ രക്ഷിക്കാൻ എന്റെ അപ്പന്റെ മേൽ കുറ്റം ചുമത്തിയപ്പോൾ തകർന്നത് എന്റെ കുടുംബമായിരുന്നു. 5 കിലോ കഞ്ചാവും 10 ലക്ഷം രൂപയും എന്റെ അച്ഛന്റെ തലയിലും ബാക്കി നിങ്ങളുടെ കീശയിലും. എന്നിട്ടും നിങ്ങൾ നിർത്തിയില്ല പണത്തിനോടുള്ള ആർത്തി. പിന്നീട് പോലീസിന്റെ ഭേദ്യമുറകൾക്കൊടുവിൽ സന്ദീപ് മേനോനെ രക്ഷിക്കാൻ ക്രിമിനൽ ലോയർ റീന സാജൻ, നിങ്ങളുടെ ഭാര്യ, ഇത് കേട്ട് കോടതിയിൽ പിടഞ്ഞു വിടത് എന്റെ അച്ഛൻ. ആ അച്ഛന് വേണ്ടി പകരം ചോദിക്കാൻ വന്നവൻ അവന്റെ മുമ്പിലാണ് സാറിപ്പ് നിൽക്കുന്നത്. എന്നെ കൊന്നിട്ട് ഈ പണം കൊണ്ട് നീ ഈ സിറ്റി വിടില്ലടാ. അത് സാറ് പറഞ്ഞത് ശരിയാ. അതിനു മുമ്പ് ഈ പണം എത്തേണ്ട കൈകളിൽ എത്തിയിരിക്കും. ഈ കളി മഹേന്ദ്ര വർമ്മയ്ക്ക് വേണ്ടിയാണ്. ദ ഗെയിം ഈസ് ഓവർ.